വീണ്ടും വാർത്തയിലേക്ക്. രാജ്യം ഇന്ന് ഭരണഘടനാ ദിനം ആഘോഷിക്കുകയാണ്. രാജ്യത്തിന്റെ അടിത്തറയെന്ന് വിശേഷിപ്പിക്കാവുന്ന ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് അംഗീകാരം ലഭിച്ചിട്ട് ഇന്നേക്ക് 75 വർഷം പൂർത്തിയാവുകയാണ്. രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച 3 വർഷങ്ങൾക്കിപ്പുറമാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത്. 1949 നവംബർ 26-ന് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഭരണഘടന അംഗീകരിച്ചതിന്റെ രേഖപ്പെടുത്തലാണ് ഇന്നേ ദിവസം ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയായ ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കാൻ ഏകദേശം 2 വർഷവും 11 മാസവും 18 ദിവസവുമാണ് വേണ്ടിവന്നത്. 1934-ൽ എം.എൻ. റോയാണ് ഭരണഘടനാ അസംബ്ലി ആവശ്യമാണെന്നുള്ള ആശയം മുന്നോട്ട് വച്ചത്. 1940-ൽ ഈ ആശയം ബ്രിട്ടീഷുകാർ അംഗീകരിച്ചതോടെ ഭരണഘടനയുടെ കരട് തയ്യാറാക്കാനായി ഭരണഘടനാ അസംബ്ലി രൂപീകരിച്ചു. 1946 ഡിസംബർ 9-ന് അസംബ്ലിയുടെ ആദ്യ സമ്മേളനം നടത്തി. 3 വർഷമെടുത്താണ് അസംബ്ലി ഭരണഘടനയുടെ കരട് തയ്യാറാക്കിയത്. 1946 ഡിസംബർ 13-ന് നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ആമുഖമായി മാറിയത്. ഭരണഘടനയുടെ ആത്മാവ് എന്നാണ് ആമുഖത്തെ വിശേഷിപ്പിക്കുന്നത്. ഭരണഘടനാ അസംബ്ലിയിലെ 17-ലധികം കമ്മിറ്റികളിൽ ഒന്നായിരുന്നു അംബേദ്കർ അധ്യക്ഷനായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഇത് 1947 ഓഗസ്റ്റ് 29-നാണ് രൂപീകരിക്കപ്പെട്ടത്. ഇന്ത്യക്കായി ഒരു കരട് ഭരണഘടന തയ്യാറാക്കുക എന്നതായിരുന്നു അവരുടെ ചുമതല. 1948 ഫെബ്രുവരിയിൽ നിർമ്മാണ സഭാ അധ്യക്ഷന് മുന്നിൽ അംബേദ്കർ ഭരണഘടന സമർപ്പിച്ചു. മാർച്ചിൽ ജനങ്ങളുടെ അഭിപ്രായത്തിനായി പ്രസിദ്ധീകരിക്കപ്പെട്ടു. അഭിപ്രായം രേഖപ്പെടുത്താൻ 8 മാസം നൽകി. എല്ലാ നടപടിക്രമത്തിനും ശേഷം 1949 നവംബർ 26-ന് ഭരണഘടന നിർമ്മാണ സഭയുടെ അംഗീകാരം നേടി. ഭരണഘടന എത്ര നല്ലതാണെങ്കിലും അത് നടപ്പാക്കുന്നവർ നല്ലതല്ലെങ്കിൽ അത് ചീത്തയാകുമെന്ന് 1949 നവംബർ 25-ന് ഭരണഘടനാ അസംബ്ലിയിൽ അംബേദ്കർ പറഞ്ഞിരുന്നു. സമകാല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അംബേദ്കറുടെ വാക്കുകൾ ഏറെ പ്രസക്തമാണ്. കൈകൊണ്ടെഴുതിയ യഥാർത്ഥ പകർപ്പ് പാർലമെന്റ് ലൈബ്രറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഭരണഘടനയുടെ ഓരോ പേജിലും ഒരു സ്വർണ്ണ ഇലയുടെ ഫ്രെയിമും ഓരോ അധ്യായത്തിന്റെയും ആദ്യ പേജിൽ ചില കലാസൃഷ്ടികളുമാണുള്ളത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.